ഹലോ ഹായ് നമസ്കാരം. ജീത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ജോജു ജോർജ്, ബിജു മേനോൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ വലതുവശത്തെ കള്ളൻ തിയേറ്ററിൽ പോയി കണ്ടു. അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കള്ളൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇതിന് മോഷണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ആൻഡ് വലതുവശത്തെ കള്ളൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ബൈബിൾ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സംഭവമായിട്ടുള്ള അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ എൻ്റെ പ്രതീക്ഷ വളരെ ലോ ലെവലിലായിരുന്നു. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പോസിറ്റീവായി എനിക്ക് ഫീൽ ചെയ്ത ഘടകങ്ങളുണ്ട്. പക്ഷേ സിനിമ ആസ് എ ഹോൾ പടം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് എന്നിലൊന്നും അവശേഷിപ്പിക്കാതെ പോയ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. കാരണം അവർ കൈവച്ച കാര്യം കുറച്ച് പ്രാധാന്യമുള്ളതായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കഥ, വളരെ അൺവാണ്ടഡ് ആയിട്ടുള്ള എഴച്ചിൽ, വളരെ ബേസിക് ആയ പെർഫോമൻസസ്, വളരെ അൺകണക്റ്റഡ് ആയി പോയ ഇമോഷൻസ്. ഇതാണ് എനിക്ക് വലതുവശത്തെ കള്ളൻ. അപ്പോൾ അതുപോലെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ്, ചില ഷോട്ട്സ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം സിനിമയുടെ തുടക്കത്തിൽ ബിജു മേനോനെ കാണിക്കുമ്പോൾ ആ ഫസ്റ്റ് ഷോട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സാധനമുണ്ട്. അതുപോലെ സിനിമയുടെ തുടക്കത്തിൽ അവരൊരു സിംഗിൾ ഷോട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിൻ്റെ ആ ഒരു പഞ്ച് കിട്ടാൻ ആ സിംഗിൾ ഷോട്ട് പരിപാടി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരുപാട് മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്നതല്ല, പക്ഷേ അതങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിന് കിട്ടിയിട്ടുള്ള ഒരു പഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഷോട്ട്സ്, പിന്നെ ചില ട്രാൻസിഷൻസ് ഉണ്ട്, ഈ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ ചേർത്ത് വരുന്ന. അതുപോലെ തന്നെ കുറച്ച് ഡി ഏജിങ് പരിപാടികൾ നമ്മൾ ബിജു മേനോനെ വെച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ വിഷ്വലിൽ എനിക്ക് പോസിറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ള ഘടകങ്ങളുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് അങ്ങനെ പോകുന്നൊരു സാധനത്തിനല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡുണ്ട് ഈ സിനിമയുടെ. ആ ഇമോഷണൽ സൈഡിൽ മ്യൂസിക്കിന് അതിൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. രസം ഉണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം, ബാഡ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയാണ് സിനിമ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ചില സമയത്ത് തോന്നി. പക്ഷേ ചില സമയത്ത് ഇത് എങ്ങോട്ടേ പോകണേ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ബാഡ് പാരൻറ്റിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു ശ്രമം ഉണ്ടല്ലോ, ഉദ്യമം, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. പക്ഷേ ബാഡ് പാരൻറ്റിങ്ങിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു ബാഡ് പാരൻറ്റിനെ കൊണ്ടുവെക്കുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് ഈ സിനിമയിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗ്ഗം. പിന്നെ ഒരു പോസിറ്റീവായിട്ട് തരക്കേടില്ലാത്ത പ്രകടനങ്ങൾ എന്ന് പറയാം. ജോജുവിൻ്റെ ആണെങ്കിലും ജോജുവിൻ്റെ ഒന്നും ഒരു പെർഫോമൻസിൻ്റെ 10% പോലും ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ആൻഡ് അത് എൻഡ് ചെയ്തിരിക്കുന്ന രീതി, ആ ക്യാരക്ടറിൻ്റെ എൻഡിങ് ഒക്കെ എനിക്ക് വൻ കോമഡി ആയിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ബിജു മേനോൻ്റെ ഒന്നും കാലിബറിനെ ചൂഷണം ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും ഒരു ബേസിക് നിലവാരത്തിൽ പോകുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയും അമ്മയും കൂടി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ സംഭവത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ആ പെൺകുട്ടി, ആ വേഷം, അവരുടെ പെയിൻ, അത് ഗംഭീരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ്, ഈ എൻറ്റയർ സിനിമയിലെ ദി ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നത് അവരുടെ പ്രകടനമാണ്. അതിൽ താഴെ ബാക്കിയുള്ളവരുള്ളൂ. പിന്നെ സൈഡ് പോലീസുകാരുണ്ട്, കുറേ പോലീസുകാരുണ്ട്. കട്ട ക്ലീഷ യെസ് സാർ, ഗോ സാർ, വാ സാർ പറയുന്ന പോലീസുകാർ തന്നെ. അതിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തോ ചൂടുള്ളത് വിഴുങ്ങിയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനാ അങ്ങനെ ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചില ഭാവങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. ഇനി നെഗറ്റീവായി ഫീൽ ചെയ്ത കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഭയങ്കര സ്പൂൺ ഫീഡിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ സിനിമയിൽ 1-2 സീക്വൻസിൽ, ഇപ്പോൾ ജോജുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു സീനുണ്ട്. ആ സീനും അതിനുശേഷം വരുന്ന 1-2 ഡയലോഗുകളിലും അയാൾ എത്രത്തോളം കേപ്പബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ പിന്നെ ഇട്ട് ഉരുട്ടാണ്, ഇയാൾ ആരാണെന്നറിയാമോ, ഇയാൾ അങ്ങനെയായിരുന്നു, ഇയാളിങ്ങനെ, അതെനിക്ക് മനസ്സിലായടോ. പിന്നെയും അതിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇയാൾ ആരാണ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഫയൽ ബിജു മേനോൻ നോക്കുന്നു, അതിൻ്റെ സീൻ. ഇതിങ്ങനെ എന്തിനാ ഇത്രയും തവണ ആവർത്തിച്ച് പറയുന്നത്? മാത്രമല്ല ഇതിൽ ക്ലൂ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഈ ക്ലൂ കൊടുപ്പൊക്കെ അത് എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ക്ലൂ കൊടുത്തിട്ട് ക്ലൂ കണ്ടുപിടിക്കുമ്പോഴൊക്കെ എന്തിനാടോ ഇത്രയൊക്കെ തലപുകച്ച് ആലോചിക്കണം, എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലത്തെ ക്ലൂ കൊടുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലൂ ഒക്കെ കൊടുത്ത് മറ്റേ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊക്കെ ആയിരുന്നു. ഈ ബ്രില്യൻസ് കാണിക്കുമ്പോണ്ടല്ലോ, ഇപ്പം ഒരു ക്ലൂവിൽ നിന്ന് അടുത്തതിലേക്ക് പോയി അവിടെ ചെന്ന് മറ്റൊരു ക്ലൂ കണ്ടുപിടിച്ച് ഒരു ട്രഷർ ഹണ്ട് മോഡലിൽ ഒരു ത്രില്ലർ സാധനം അവതരിപ്പിക്കുമ്പോൾ നമുക്കിതിൽ എവിടെയെങ്കിലും ഒരു ഇമോഷണൽ കണക്റ്റ് വേണം. അങ്ങനെ വരുമ്പോഴാണ് അത് കലക്കി കേട്ടോ, നിങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കണമായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് നമുക്കുണ്ടാവുക. ഇത് ഒരു ഇമോഷണൽ കണക്റ്റും ഇല്ല. സംതിങ് ഹാപ്പൻ, സംബഡി ഈസ് ബോതേഡ്, എന്തൊക്കെയോ കാണിക്കുന്നു. അതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യണോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അങ്ങനെ ഇമോഷൺലെസ് ആയിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ബിജു മേനോനിലൊക്കെ ഉണ്ടാവേണ്ട, ആ ക്യാരക്ടറിൽ ഉണ്ടാവേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു ചേഞ്ചൊന്നും
ഈ സിനിമ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ നോക്കാം, അപ്പോൾ പോലും അത് കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നില്ല. സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും ഊഹിക്കാവുന്ന ബേസിക് കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ആ ബേസിക് കഥയിൽ കുറച്ച് പ്രതികാര ട്വിസ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിന് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ പ്രതികാരം ചെയ്തിട്ട് പോയാൽ പോരെ, എന്തിന് ഇത്ര കഷ്ടപ്പെടുന്നത്, വാട്ട് ഈസ് യുവർ പോയിൻറ്റ്? എന്നിട്ട് ഈ പോയിൻ്റ് എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെന്താ ചെയ്തത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലെ. അതായത് ഈ സിനിമയിലെ പോസിറ്റീവ് നോട്ടിൽ നിൽക്കേണ്ട ക്യാരക്ടേഴ്സ് പോലും വെറും സൈക്കോകൾ, ഇവരെന്തി കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പിക്കുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇവർ ഓരോരുത്തരും ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഇരയ്ക്ക് നീതി കിട്ടിയോ? ഒന്നുമില്ല. ജസ്റ്റ് തിരക്കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ സംവിധായകൻ്റെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്തു. ഞങ്ങൾ കുറേ ട്വിസ്റ്റൊക്കെ കൊടുത്തു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിൽ ഇരയ്ക്ക് നീതി കിട്ടുകയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്ക് അതിനുള്ളൊരു ശിക്ഷ കിട്ടുകയോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ പൊതുവേ ഈ പുതിയ സിനിമകൾ വരുമ്പോൾ ഭയങ്കര ഹൈപ്പുള്ള പടങ്ങൾ വരുമ്പോഴേ അതിൻ്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സംവിധായകർ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളൊക്കെ ഓടി നടന്ന് ഇൻ്റർവ്യൂസിൽ പറയും അതൊരു കൊച്ചുപടമാണ് അധികം ഹൈപ്പ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ജീത്തു ജോസഫ് അങ്ങനെ ഒരു സ്ഥലത്ത് ഓടി നടന്ന് പറയാറില്ല. കാരണം പുള്ളി ഒരു ഹൈപ്പുള്ള പടം വരുന്നതിന് മുമ്പ് കുറച്ച് പടങ്ങൾ ഇറക്കും. അതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകന് മനസ്സിലാവും ജീത്തു ജോസഫിൻ്റെ പടമാണ്, നമ്മൾ ഒരുപാട് ഹൈപ്പും പ്രതീക്ഷയൊന്നും വെക്കേണ്ട കാര്യമില്ല എന്ന്. അങ്ങനെ ഹൈപ്പ് കുറയ്ക്കുന്ന ഒരു പടമായിട്ട് വരാൻ പോകുന്ന ദൃശ്യം 3യുടെ ഹൈപ്പ് കുറയ്ക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ജസ്റ്റ് ഒരു പാസബിൾ പടം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഒന്നുമില്ലാത്ത ഒരു സിനിമ. ചില ആൾക്കാരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്, ജീത്തു ജോസഫിൻ്റെ പടമായതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ച് പോയതുകൊണ്ടായിരിക്കും, ആ പേരിനിപ്പോൾ ഒരു ഭാരമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ആ പ്രതീക്ഷകളുടെ അമിതഭാരവുമായിട്ട് പോയതുകൊണ്ട് തോന്നിയതായിരിക്കാമെന്ന്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ബേസിക് പ്രതികാരകഥ മാത്രമാണ്. അതിൻ്റെ അകത്ത് ജീത്തു ജോസഫ് ആയതുകൊണ്ട് ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റിൻ്റെ സാധനം അത്രയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിങ്ങനെ ജീത്തു ജോസഫ് ഈ മിറാഷ് റിലീസായി അതിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നെ പുള്ളി പറയുന്നുണ്ട് പുള്ളി ഉദ്ദേശിച്ചത് ആ സിനിമയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അത് പുള്ളിയുടെ പരാജയമാണെന്നുള്ള രീതിയിൽ അത് ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും പുള്ളി ഏറ്റെടുക്കില്ലായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പുള്ളി ഇതിനെന്താ സംഭവിച്ചതെന്നുള്ളത് പറയും. കുറേ സീക്വൻസുകളെ നമ്മൾ ഈ ഒരു അച്ചിൽ ചുട്ടെടുത്ത ത്രില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സർജൻ പുറത്തിറങ്ങി വന്നിട്ട് 4 ഡയലോഗ് അടിക്കുക, ഇവിടെ ഭയങ്കര ബ്രൂട്ടലായിരുന്നോ എന്നൊക്കെ പറയാം. അത് നമ്മുടെ ദൃശ്യത്തിൻ്റെ കോറൈറ്ററാണ് അത് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി ഞാൻ ഈ ക്യാരക്ടറാണ്, അപ്പോൾ ഇറങ്ങി വന്ന ഉടനെ ഡയലോഗ് പറയണമല്ലോ എന്ന് വെച്ചാൽ അവിടുന്ന് ഈ ഡയലോഗ് പഠിച്ചിട്ട് വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ഈ കേസ് തുടക്കം മുതലേ നമ്മുടെ ബിജു മേനോൻ അന്വേഷിക്കുന്നു, ഭയങ്കര ലോജിക്കൽ ഇഷ്യൂസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആരും ഇതുവരെ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന പോലത്തെ കുറേ ലോജിക്കൽ ഇഷ്യൂസ് ഇതിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ജോജുവിൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന് കുറേ ചെയ്യാനുണ്ടായിരുന്നത്. ജോജു ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? ജോജുവിൻ്റെ ഒറ്റ സീൻ പോലും ഇല്ല. ബിജു മേനോൻ അറിഞ്ഞു നിൽക്കുക. ബിജു മേനോനേക്കാൾ ഇതിനകത്ത് സ്പേസ് കിട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ ചെയ്യേണ്ടിയിരുന്നത് ജോജു ആയിരുന്നു. പക്ഷേ ജോജുവിനെയും ഒരു സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. വിഷ്ണു ശ്യാമിൻ്റെ മ്യൂസിക്കാണ് ചിലയിടങ്ങളിൽ ഈ പറയുന്ന ഇമോഷൻ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയതായിട്ട് കാണുന്നത്. സതീഷ് കുറുപ്പിൻ്റെ ക്യാമറയും വിനായക് VSൻ്റെ എഡിറ്റിങ്ങും സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഫെമിനിസത്തെക്കുറിച്ചും മെയിൽ ഷോവനിസത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഒരു കടുത്ത മെയിൽ ഷോവനിസ്റ്റ് ഒരു ഫെമിനിസ്റ്റിനെ കാണുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാവുന്ന സൈക്കോത്തരങ്ങൾ. നിങ്ങൾ ശരിക്കും ഫെമിനിസ്റ്റുകളെ പേടിപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണോ എന്ന് പോലും എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലത്തെ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. ആകെ മൊത്തത്തിൽ ഒരു അച്ചുണ്ടാക്കിയിട്ട് ആ അച്ചിലേക്ക് ഒരു സിനിമയെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടുത്ത ശ്രമങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് വലതുവശത്തും ഇടതുവശത്തും കംപ്ലീറ്റ് എഴച്ചിലാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോട്ടെ, ക്യാരക്ടറും സിറ്റുവേഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യല്ലേ, സെക്കൻഡ് ഹാഫിൽ പൊളിക്കുമായിരിക്കും. പക്ഷേ ഫസ്റ്റ് ഹാഫ് തീരുമ്പോഴേക്കും സെക്കൻഡ് ഹാഫിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏകദേശം സെറ്റിലായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ചും കൂടി അങ്ങോട്ട് ഇന്ന് ക്ലൂവിലേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോയി. പിന്നെ ഇതൊന്ന് തീർക്കണമല്ലോ. പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ മുന്നിലുള്ള ചില സസ്പെക്റ്റുകളുണ്ട്, ഇവരിങ്ങനെ ചെയ്യുമായിരിക്കും, ഇതിങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നൊക്കെ തോന്നുന്ന അതും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ മൊത്തത്തിൽ ഒന്നും ഉണ്ടായില്ലടോ, ഒരു ഫീൽ കിട്ടാണ്ട് പോയി പടം. ഇനിയിപ്പോൾ എന്തായാലും ദൃശ്യം 3യുടെ ഹൈപ്പ് ഒന്ന് കുറച്ച് പിടിക്കാൻ തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ള സിനിമകളാണ്. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.